കാലം മാറി കഥ മാറിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനയെ വധിക്കുമെന്ന ഭീഷണിക്കിടയിലാണ് ട്രംപ് വെട്ടിലായിരിക്കുന്നത്. തുർക്കി സന്ദർശിക്കാനെത്തിയ ഡൊണാൾഡ് ട്രംപിന് നേരെ വധഭീഷണിയാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് ട്രംപിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മുജ്തബ ഖാംനയി നടത്തിയ പ്രസ്താവനയിലാണ് ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ നേതാക്കളെ കൊന്ന ആളുകളുടെ എല്ലാം ലിസ്റ്റുകൾ തയ്യാറാണ് എന്ന ഒരു പ്രസ്താവന വരുന്നത്. അവരോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും, പകരം ചോദിക്കാതെ വിടില്ല. മുജ്തബയാകുന്ന ഞാൻ വധിക്കപ്പെട്ടാലും ഞാൻ ഇവിടെ ഇല്ല എങ്കിലും ഇറാൻ അതിന് പകരം ചോദിച്ചിരിക്കുമെന്നാണ് മുജ്തബ ഖാംനയി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ തുർക്കിയിലൂടെ ട്രംപ് തുർക്കിയിൽ നിന്ന് സ്ഥലം വിടാൻ പുതിയ റൂട്ടുകൾ സ്വീകരിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ വരികയാണ്. മാത്രമല്ല പത്രക്കാരെ വിളിച്ചുകൂട്ടി തെറ്റായ വാർത്തകൾ നൽകി രക്ഷപ്പെടാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകളും വരുന്നു. എന്തായാലും ജീവനപ്പേടി ട്രംപിനും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത്. ഇറാൻ എന്തെങ്കിലും അറ്റക്കൈ ചെയ്യുമോ എന്ന പേടിയാണ്, ആശങ്കയാണ് ഇപ്പോൾ ട്രംപിന് മുന്നിലുള്ളത്. ഈ സാഹചര്യത്തിൽ ട്രംപ് താൻ വധിക്കപ്പെടുകയോ എനിക്കെതിരെ ആക്രമണം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറാനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന ആക്രമണത്തിന് വേണ്ടി ഞാൻ ഉത്തരവ് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുപാർശകൾ നൽകിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ മുജ്തബ ഖാംനയ്ക്കപ്പുറം ലോക പോലീസായ അമേരിക്കൻ പ്രസിഡന്റിനാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് വധഭീഷണി ഉണ്ടാകുന്നത്. ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് ട്രംപിന് പിന്നാലെ ഉണ്ട് എന്നാണ് ബോധ്യപ്പെടുന്നത്.